യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന് താൽക്കാലിക ആശ്വാസം. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട 2 കേസുകളിൽ കോടതി ജാമ്യം അനുവദിച്ചു. ഇന്നലെ രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയത്. ഇന്നലെ ജില്ലാ ജയിലിലെത്തിയ കന്റോൺമെന്റ് പോലീസ് 3 കേസുകളിലാണ് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ നേരത്തെ റിമാൻഡിലായ കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ രാഹുൽ ജയിലിൽ തുടരും. DGP ഓഫീസിലേക്കുള്ള മാർച്ചിന്റെ പേരിലെടുത്ത കേസിൽ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി ബന്ധപ്പെട്ട കേസിൽ ഈ മാസം 22 വരെ രാഹുലിനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. തിരുവനന്തപുരത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ആദ്യ ജാമ്യാപേക്ഷ തള്ളിയത്. 2ാം തവണ വൈദ്യപരിശോധന നടത്തിയ ശേഷമാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ലിനിക്കലി ഫിറ്റാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നുമായിരുന്നു 2ാമതും ലഭിച്ച റിപ്പോർട്ട്. നേരത്തെ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ചികിത്സയിലാണെന്നും രാഹുൽ വാദിച്ചിരുന്നു. അതേസമയം രാഹുലിന്റെ ഡിസ്ചാർജ് സമ്മറിയെ ചൊല്ലി പുതിയ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഡിസ്ചാർജ് സമ്മറിയിൽ രാഹുലിന് ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങളുള്ളതായി വ്യക്തമാക്കിയിരുന്നുവെന്നാണ് വിവരം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും രാഹുൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ.